ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് ചുവന്ന ചീര കിട്ടിയിട്ടുണ്ട്. സാധാരണ ഇവിടെ ബാംഗ്ലൂർ ഇത് കിട്ടുന്നതല്ല. ഇന്ന് കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീരത്തോരൻ ഉണ്ടാക്കാൻ. അതിനുവേണ്ടി ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കടലപ്പരിപ്പാണ്. ഇതൊന്ന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പെല്ലാം നമ്മളപ്പം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചീരയൊക്കെ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വെക്കാം. ഇനി കുറച്ച് സവാള ചെറുതായി അരിഞ്ഞെടുത്ത് വെക്കാം. കുറച്ച് കറിവേപ്പിലയും കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സി ജാറിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക്, കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ നമ്മളുടെ തേങ്ങയൊക്കെ ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കിയൊന്നെടുക്കാം. എല്ലാ കൂട്ടുകാരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയൊക്കെ ഒന്ന് കാണണേ. വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മൾ സവാളയൊക്കെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരുന്ന തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുത്ത ശേഷം ഇതും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന ചീര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചീരയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ചീരയൊക്കെ നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. ഇപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരമായി. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ചീരയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന കടലപ്പരിപ്പ് വെന്തോന്ന് നോക്കാം. കടലപ്പരിപ്പൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചീരയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കടലപ്പരിപ്പിലും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ചൊന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരമായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചീരയും പരിപ്പും ഒക്കെ നല്ലതുപോലെ മിക്സായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി തുറന്ന് വെച്ച് വെള്ളം ഒന്ന് വറ്റുമ്പോഴത്തേക്ക് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.